ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യും എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ 5 മിനിറ്റിൻ്റെ ചാർട്ടിലാണ് ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ എങ്ങനെയാണ് ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ 15 മിനിറ്റ് ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മേജറായിട്ട് വരുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ എടുത്തിട്ടാണ് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ, ആ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് വന്നിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവലും നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാത്ത പോലെ. ഇനി നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു ലോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോ എടുത്തു മാർക്കറ്റ് തിരിച്ച് കയറി വീണ്ടും ആ ലോയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലും കൂടി നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാം. കണ്ടോ, ഈ ഒരു ഏരിയയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് മാർക്ക് ചെയ്യാം ഇതുപോലെ. അപ്പോൾ നമ്മൾ 15 മിനിറ്റിൽ നമ്മുടെ ലെവൽസൊക്കെ നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് താഴേക്ക് വരണം. ഓക്കെ, ഇനി നമുക്കിത് 5 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ 15 മിനിറ്റ് നോക്കി നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് 5 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഇവിടെയും നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ആ ലെവലോട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് 5 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ ഇതൊക്കെയാണ് ലെവൽസ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മളൊരു ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിന് താഴെ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ്. അതുപോലെ മുകളിലേക്കാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ നമുക്കിവിടെ നല്ലൊരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. അത് നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. അതായത് ഇവിടെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാമെങ്കിൽ നമുക്കത് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് 22-ാം തീയതിയിലത്തെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ 22-ാം തീയതി നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ ക്യാൻഡിലാണ് നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തു താഴേക്ക് വന്നു. അപ്പോൾ നമുക്കിവിടെ എൻട്രി ചെയ്യാൻ സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എൻട്രി നോക്കാം. രണ്ടാമത്തെ താഴെ വന്നു. ഇവിടെ നമുക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ടോ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ എൻട്രി ചെയ്യാവുന്നതാണ്. അവിടെ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ലെവലാണ് വെക്കേണ്ടത്. അവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. പക്ഷേ ഒരു വലിയ ക്യാൻഡിലാണ്, നമുക്ക് ടച്ച് ചെയ്തിട്ട് ഒരു ചെറിയ ക്യാൻഡിൽ വരുമ്പോഴാണ് എടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. കാരണം ഈ ടച്ച് ചെയ്തൊരു പിൻ ബാറാണ്, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലെവൽസിന് താഴെയായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്. ഈ ഒരു ലെവലായിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻട്രി നമുക്ക് ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തു. സെക്കൻഡ് എൻട്രി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് വീണ്ടും സെൽ സൈഡിലേക്ക് പോയി മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ വീണ്ടും സെല്ല് ചെയ്യാം. നമ്മുടെ ടാർഗറ്റായിട്ട് വരുന്നത് അടുത്ത ലെവലായിരിക്കും. ഓക്കെ, ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് വന്നു. ഇവിടെ എക്സാക്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് തിരിച്ച് താഴേക്ക് വരാണ്. ഓക്കെ, നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ നല്ല രീതിയിൽ ഇതേപോലെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നമുക്ക് എടുക്കരുത്. ഇതേപോലെ ക്ലോസ് ചെയ്യണം, നല്ല രീതിയിൽ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്യാൻ വരുന്നതാണ് കണ്ടോ. എക്സാക്റ്റ് ആ ലെവലിൽ വന്നു ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു താഴേക്ക് വന്നു കണ്ടോ. ഇവിടെയും ഒരു സെൽ എൻട്രിയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറി ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല, വീണ്ടും താഴേക്ക് വരാണ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കി തന്നെ മനസ്സിലാവും. മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വന്നു, തിരിച്ച് കയറി, പക്ഷേ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തില്ല, വീണ്ടും താഴേക്ക് വന്നു, വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറി, പക്ഷേ ആ മുമ്പത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല കണ്ടോ. അപ്പോൾ മാർക്കറ്റ് വീക്കാന്ന് മനസ്സിലായി കണ്ടോ. വീണ്ടും നമ്മുടെ ലെവലിൽ താഴെ വന്നപ്പോൾ നല്ല രീതിയിൽ സെല്ല് വന്നു. ഓക്കെ,
ഇനിയിപ്പോൾ നമുക്കിവിടുന്ന് ബൈ ആണ്, കാരണം 5 മിനിറ്റ് ക്യാനിൽ നമ്മൾ ലെവൽസിൽ ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആ സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ എക്സിറ്റ് ചെയ്ത് മാറാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ 15 മിനിറ്റിലാണ് ലെവൽസ് മാർക്ക് ചെയ്തിട്ട് 5 മിനിറ്റിലേക്ക് ആ ചേഞ്ച് ചെയ്തു ടൈം ഫ്രെയിം. അതിനുശേഷം ഇവിടെ നമുക്കൊരു എൻട്രിയാണ്, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ക്യാൻഡിലാണ് ക്ലോസ് ചെയ്ത് താഴേക്ക് ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് വന്നിട്ട് ചെറിയൊരു ക്യാൻഡിൽ സെല്ല് വന്നെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യുന്നു, നമുക്ക് നല്ലൊരു പോയിന്റ് ഇട്ടായിരുന്നു. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ടാർഗറ്റ് വരുന്നത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു, അടുത്ത ലെവൽസ് താഴെ ഉണ്ടോ, ഇവിടെ നമുക്ക് നല്ലൊരു എൻട്രി ആയിരുന്നു. താഴെ ഇവിടെയാണ് ടാർഗറ്റ്, അവിടെ ടച്ച് ചെയ്തു ഉണ്ടോ, ഇവിടെ നമുക്ക് വീണ്ടും ഒരു എൻട്രി കിട്ടി. ഒക്കെ വലിയ ക്യാൻഡിൽസൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ചെറിയ ക്യാൻഡിൽസ് ഉണ്ട്, ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെ പിൻപാർ വന്നു, ഒരു ബൈ ക്യാൻഡിൽ വന്നു. അപ്പോൾ സാധാരണയായിട്ട് ഈ ലെവലിൽ പോകേണ്ടതാണ്, പക്ഷേ മാർക്കറ്റ് വീക്ക് ആയതുകൊണ്ട് വീണ്ടും അവിടുന്ന് സെല്ലാണ് വന്നത്. അപ്പോൾ വീണ്ടും നമ്മളിവിടുന്ന് സെല്ല് ചെയ്യാം. പക്ഷേ മാർക്കറ്റ് താഴേക്ക് വന്നു, വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്തു, ബ്രേക്ക് ചെയ്തില്ല, താഴേക്ക് വന്നു, വീണ്ടും ആ റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്തു, നല്ല രീതിയിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ഇവിടെ ഹിറ്റ് ചെയ്തു. പിന്നെ ഇവിടെ വീണ്ടും ബൈ എൻട്രി വന്നു, അത് ആ ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലെവൽസിന് താഴെയാണ്, ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽസ് ആയിരുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ ഇൻഡെക്സ് ചാർട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ 15 മിനിറ്റിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ചാർട്ടാണ്. ഈ ബാങ്ക് നിഫ്റ്റിയുടെ 15 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, മാർക്കറ്റ് ഇവിടെ ഒരു ഹൈ എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽസ് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടൊരു സപ്പോർട്ട് കാണാൻ സാധിക്കും, ആ ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ അവിടെ തന്നെ റെസിസ്റ്റൻസ് തന്നെ വന്നിരിക്കുന്നുണ്ടോ. പിന്നെ ഈ ഒരു ലെവൽസിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ലെവൽസൊക്കെ നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത് പിന്നെ 5 മിനിറ്റ് ക്യാനലിലേക്ക് മാറ്റി ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിവിടെ ലെവൽസ് കാണാം. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മുടെ ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ക്യാനൽ ക്ലോസ് ചെയ്യുമ്പോൾ ബൈ, താഴെ റെഡ് ക്യാനൽ ക്ലോസ് ചെയ്യുന്ന സെല്ല്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്യാനൽ തന്നെ നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, അപ്പോൾ സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാനൽ താഴെ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെല്ല് വരാം. അതല്ല ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് ഒരു ഗ്രീൻ ക്യാനലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ ചാൻസ് ആണ്. ഓക്കെ, അടുത്ത ക്യാനൽ നമ്മുടെ ലെവൽസിന് താഴെയാണ് ക്ലോസ് ചെയ്തത് 5 മിനിറ്റ് ക്യാനൽ. അപ്പോൾ നമുക്കിവിടുന്ന് സെല്ലാണ്. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലെവൽസിന് മുകളിലാണ് സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത സപ്പോർട്ട് പോയിൻ്റ് ആണ്, അതായത് ഇതാണ് അടുത്ത സപ്പോർട്ട് പോയിൻ്റ്. ഓക്കെ, നമ്മളിവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിലുള്ള നമ്മുടെ റിസ്ക് റിവാർഡ് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്നാണ് സെല്ല് ചെയ്യുന്നത്, ഈ ഒരു ലെവൽസിന് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ആണ്. ഇപ്പോൾ 1:3 ആയിട്ട് നമുക്ക് റിസ്ക് റിവാർഡ് വരുന്നുണ്ട് കണ്ടോ. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും വരാം, പക്ഷേ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടാർഗറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ചാർട്ടുകളിലൊക്കെ നിങ്ങൾ ലെവൽസ് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആ ലെവൽസിൽ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ ടച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം മാർക്കിംഗ് ഒഴിവാക്കാം. ഒരുപാട് മാർക്കിംഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് മാർക്കിംഗ് ഇതേപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ട്രേഡിംഗ് നോക്കാവുന്നതാണ്. ഇപ്പോൾ വീണ്ടും ആ ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്തേക്കാണ് മാർക്കറ്റ്. മാർക്കറ്റ് ആ സപ്പോർട്ട് ലെവലിൽ തന്നെ ട്രേഡ് എടുക്കാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ബൈ ചാൻസ് ആണ്, കാരണം നമ്മൾ ആ സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് ഇവിടെ ബൈ ചാൻസ് ആണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലെവൽസിനും താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും മതി. നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ലെവലാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് സെൽ ട്രെൻഡും വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് സെല്ലാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് കണ്ടത് ഈ ലെവൽസിന് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാകും മതി.
ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു എൻട്രി കിട്ടിയിരുന്നു. ഇവിടെ നമുക്ക് ഒരു ബൈ ചാൻസ് കിട്ടിയിരുന്നു. പക്ഷേ അത് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. വീണ്ടും നമുക്കിവിടെ സെൽ ചാൻസ് കിട്ടി. അത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ലെവൽസ് മാർക്ക് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ക്യാൻഡിൽസ്റ്റിക് ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ 15 മിനിറ്റ് തന്നെ ലെവൽസ് മാർക്ക് ചെയ്ത് അത് ടൈം ഫ്രെയിം 5 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് അത് നമ്മുടെ ലെവൽസിന് മുകളിലോ താഴെയോ ഗ്രീൻ ക്യാനിലോ റെഡ് ക്യാനിലോ ക്ലോസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.